വെച്ചാലേ ഇപ്പം നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുന്നു. നമ്മുടെ കൂടെ ഒരു രോഗിയുണ്ട്. പുള്ളി ഭയങ്കര ഡിപ്രഷനിലാണ്. ആളിങ്ങനെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. നമ്മൾ കൊണ്ട് കണ്ടു. സൈക്കാട്രിസ്റ്റ് ഇദ്ദേഹത്തിന് കുറേ ആൻറ്റി ഡിപ്രസൻറ്റുകൾ എടുത്തു കൊടുത്തു. ഈ ഇദ്ദേഹം ആൻറ്റി ഡിപ്രസൻറ്റുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം മാറുന്നില്ല. അങ്ങനെ അടുത്തൊരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയെന്ന് വെച്ചോ. ഈ സൈക്കാട്രിസ്റ്റ് ചോദിച്ചു, ഇതെന്താ ഈ ഡിപ്രഷൻ വരാൻ കാര്യം, ഇതെങ്ങനെ വീടും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അപ്പം പുള്ളിക്ക് 5 പെമ്മക്കളാണ്. പുള്ളിക്ക് 10,000 രൂപ ശമ്പളമേ ഉള്ളൂ. 2 പെമ്മക്കളെ കെട്ടിച്ചൂടാറായി. പുള്ളിക്ക് ആൻറ്റി ഡിപ്രസൻ്റ് അല്ല കൊടുക്കേണ്ടത്, 50,000 രൂപ ശമ്പളം കൊടുത്താൽ മതി, പുള്ളിയുടെ പ്രശ്നം മാറും. അപ്പം ഈ ഒരാൾ എങ്ങനെ ഈ അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കി മരുന്ന് കൊടുക്കണം. അത് ചില സൈക്കോളജിസ്റ്റുകൾക്ക് അതിന് കഴിയും. ചിലയിടത്ത് ഈ സൈക്കോളജിസ്റ്റുകൾ ഇരുന്ന് മാക്സിമം ഒരാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇയാളുടെ ശരീരത്തിൽ അസറ്റൈൽ കൊളൈനും ഡോപ്പാമിനും മറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഒന്നും കറക്റ്റായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല. അഡ്രിനാലിൻ കറക്റ്റായിട്ട് പമ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ ഇനി എന്തോന്ന് താളം വിട്ടാലും അവൻ്റെ ശരീരത്തിൽ ഇത് ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ ഡോപ്പാമിനും പമ്പ് ചെയ്യാനും അഡ്രിനാലിൻ വരാനും അസറ്റൈൽ കൊളൈനും വരാനും ആവശ്യമായിട്ടുള്ള മെഡിസിൻ എന്താണോ അത് കൊടുക്കേണ്ടി വരും. അത് സൈക്കോളജിസ്റ്റിന് എഴുതി കൊടുക്കാൻ പറ്റില്ല. അവിടെ സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടി വരും. അപ്പോൾ ഒരാൾ എങ്ങനെ മെന്റലി ഡൗൺ ആവുന്നു. സൈക്കോളജിസ്റ്റിന്റെ ബില്ലിംഗ് അറിയാമല്ലോ. സൈക്കോളജിസ്റ്റിന് ഞാൻ ആക്ച്വലി ഒരു വർഷം സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത് മെഡിക്കൽ റിപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ അപ്പം നമ്മൾ രണ്ടുപേരെയും കണ്ടിട്ടുണ്ടായതുകൊണ്ടും കൂടെ പറയുന്നതാണ്. അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അതിലുപരി ഞാൻ മറ്റുള്ള ക്ലാസ്സുകളും മറ്റും കേട്ടിട്ടുള്ള സ്ഥിതിക്ക് പോലും ഞാൻ പറയുന്നത് ഈ മാനസികമായിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ 2 രീതിയിലാണ്. ഒന്ന്, നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിൻ്റെ ഇൻബാലൻസ് കൊണ്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഇൻബാലൻസ് കൊണ്ടാണ് നമുക്ക് സംഭവിക്കുന്നത്. ഇതിനെ നമുക്ക് മെഡിസിൻ കൊടുത്തേ മാറ്റാൻ പറ്റൂ. ചെറിയ എക്സസൈസ് മറ്റുമൊക്കെ ചെയ്താൽ കുറേയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് സാഹചര്യം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ ഭാര്യ കാരണം ഭ്രാന്ത് പിടിക്കുന്ന ഭർത്താവും ഭർത്താവ് കാരണം ഭ്രാന്ത് പിടിക്കുന്ന ഭാര്യയ്ക്കും ഈ ലോകത്തുള്ള എന്ത് മരുന്ന് കൊടുത്താലും അസുഖം മാറത്തില്ല. ആരെങ്കിലും ഒരാളെ 2 പേരെ 2 ആളാക്കണം. അത് സാഹചര്യമാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റിലെ ഫലപ്രദമാകുന്നത്. അതാണ് നമ്മളൊരു കുഞ്ഞു